ഒന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങളൊന്ന് എടുത്തൊരാൾ വേഗത്തിൽ വായിച്ചാട്ടെ. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഹല്ലേലൂയ. എങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമായത്? ഹല്ലേലൂയ. എങ്ങനെയാ ദൈവത്തിൻ്റെ മന്ദിരമായ? ഒറ്റ കാരണം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നേ? നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരം ആയിത്തീരുന്നത്. ഹല്ലേലൂയ. നമുക്ക് പാർക്കാനുള്ള വീട് ഉണ്ടാക്കുന്നത് ആരാണ്? ഒന്ന് ചിന്തിച്ചേ. നമുക്ക് സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പാർക്കാനുള്ള വീട് ആരുണ്ടാക്കും? നമ്മളല്ലേ ഉണ്ടാക്കാറ്, അല്ലേ? ഹല്ലേലൂയ. നമുക്ക് സാമ്പത്തികം ഇപ്പം ഈ പഴയ വീടുകളൊക്കെ ഇരിക്കുന്നവർ പറയും, അപ്പനും അമ്മയല്ലേ അപ്പൂപ്പന്മാരുണ്ടാക്കിയ വീടാ, ഇച്ചിരി അസൗകര്യമാണ്. നമ്മളെ ഇന്നത്തെ കാലഘട്ടത്തിൽ വരുമ്പോൾ ഇച്ചിരി അസൗകര്യമാണ്. അതുകൊണ്ട് നമ്മൾ അതിനൊന്ന് പുതുക്കി പണിയുക, അല്ലെങ്കിൽ അതിനെ പൊളിച്ച് കളഞ്ഞിട്ട് വേറെ വീട് വെക്കുക. എന്താ കാര്യം? നമ്മൾ പാർക്കാൻ ആഗ്രഹിക്കുന്ന വീട് നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇഷ്ടത്തിന് പണിയുവാനാ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടോ? ഉറങ്ങിയില്ലല്ലോ? സന്തോഷത്തോടെ ആയിരിക്കുന്നോ? ഒന്ന് ചിരിച്ചോണ്ട് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. നമുക്ക് വീട് അപ്പം നമ്മളായാലും പഴയ വീട്, ഓടിട്ട വീട്. അപ്പം നമുക്കൊരാഗ്രഹം, ഒന്ന് വാർത്ത വീടിട്ടേ കൊള്ളായിരുന്നു. കിച്ചണിൽ സൗകര്യം കുറവാണ്, കിച്ചണിൽ ഒന്നുകൂടെ സൗകര്യം കൂട്ടിയേ കൊള്ളായിരുന്നു. എനിക്ക് ഈ പഴയ കിച്ചണെ വർക്ക് ഏരിയ എന്താ പറയുക, അതിനെ വിശാലമാക്കി അടുത്തൊരു വർക്ക് ഏരിയ കൊണ്ട് നമ്മൾ വിശാലമാക്കുന്നു. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യാറുണ്ട്? വീട് പണിയാറുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഇഷ്ടം. അപ്പം നമ്മൾ പറയുന്നത് എന്തുവാ? എനിക്ക് വീട് വെക്കുമ്പോൾ എൻ്റെ ഇഷ്ടത്തിന് വെക്കണം. ഞങ്ങൾക്ക് വീട് പണിതുകൊണ്ട സമയത്തും ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് പണിക്ക് നിന്നവർ അംഗീകരിക്കാതെ ഞാൻ പാസ്റ്ററോട് പറയും, എനിക്ക് വേണ്ടിയാണ് വീട് വെക്കുന്നത്. അപ്പം എൻ്റെ സൗകര്യത്തിന് എൻ്റെ ഇഷ്ടത്തിന് വേണം എന്ന് പറഞ്ഞ് ഒരു ദിവസം എന്നോട് ചോദിക്കുക, നീ പോയി കണ്ടോ, എങ്ങനെ ഉണ്ട്? ഞാൻ പറഞ്ഞു, കണ്ടു, കൊള്ളാം, പക്ഷെ ഞാൻ പറഞ്ഞിട്ട് അവർ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് വീട് വെക്കുന്നെന്ന് പറഞ്ഞ് എനിക്ക് സന്തോഷമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ, കുഴപ്പമില്ല, നമുക്കത് ക്രമീകരിക്കാം. ഓക്കെ, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്. കാരണം ഞാൻ വേറെ റൂമിനൊന്നും അഭിപ്രായം പറയാൻ പോയിട്ടില്ല. കിച്ചൺ നമ്മുടെ ഏരിയ ആണല്ലോ, അല്ലെങ്കിൽ ലേഡീസിൻ്റെ ഏരിയ. അതിനകത്ത് പിന്നെ അവരാരും വന്ന് കളിക്കത്തില്ല. അതുകൊണ്ട് അഭിപ്രായം പറയും, പാസ്റ്റർ ഓക്കെ, നമുക്ക് ശരിയാക്കാം. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് വെക്കുന്ന വീട്, എനിക്ക് നിന്ന് കൈക്ക് ഉപയോഗിക്കാൻ വെക്കുന്നത് എൻ്റെ ഇഷ്ടത്തിന് വേണമെന്ന് എനിക്കൊരാഗ്രഹം. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് വെക്കണം. അതുപോലെ നമ്മൾ ആരാണ്? നമ്മൾ ഞാൻ ഇത്രയും ചിന്തിച്ചാൽ മതി. നമ്മൾ പാർക്കുന്ന വീട് നമ്മുടെ ഇഷ്ടത്തിന് പണിയാൻ നമ്മൾ എന്ത് ചെയ്യും? ആഗ്രഹിക്കും. വീട് പണി ചെയ്യാൻ ഇനി ആഗ്രഹിക്കുന്നവരുണ്ടേ, ആഗ്രഹിച്ചോ, കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹപ്രകാരം അതിന് മേത്തരമായ ദൈവം തരട്ടെ. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുക അതിനു വേണ്ടി. ഹല്ലേലൂയ. വീട് വെച്ച് അതിനകത്ത് സന്തോഷത്തോടെ പാർക്കാൻ ദൈവം നിങ്ങളെ ഒരുക്കട്ടെ. ഹല്ലേലൂയ. ഞെരുക്കങ്ങളുള്ളവർക്ക് വിശാല ദൈവം തരട്ടെ. ഹല്ലേലൂയ. എൻ്റെ ദൈവം വിശാലതയുടെ ദൈവമാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെ ഇഷ്ടത്തിന് വീട് പണിയാൻ ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. നമ്മൾ ആരാണ്? ദൈവത്തിൻ്റെ മന്ദിരം. അപ്പം നമ്മളെ പണിതത് ആരാണ്? ദൈവമാണ്. എങ്ങനെ പണിതേ? ആദ്യം കേദൻ തോട്ടത്തിനകത്ത് നമുക്കറിയാം, ബാക്കിയെല്ലാം ദൈവം നാവ് കൊണ്ട് വാക്കുകൊണ്ട് സൃഷ്ടിച്ചപ്പോൾ ദൈവം മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചേ? നിലത്തെ പൊടി കൊണ്ട് തൻ്റെ കൈ കൊണ്ട് ചെളി കുഴച്ചുണ്ടാക്കി ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിൻ്റെ രൂപത്തിൽ, ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ദൈവം നമ്മളെ മനഞ്ഞെടുത്തു. ഹല്ലേലൂയ. എന്നിട്ട് ദൈവത്തിൻ്റെ ശ്വാസം നമ്മളിലേക്ക് നമ്മൾ ജീവനുള്ള ദേഹിയായി തീർന്നു. വചനം അങ്ങനെ പറയുന്നേ. അപ്പോൾ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ദൈവം തനിക്ക് പാർക്കാൻ ഒരു വീട് വെച്ചത് 4 ചുവരല്ല. ഹല്ലേലൂയ. ദൈവം തനിക്ക് പാർക്കുവാൻ കൊരിന്ത്യർക്ക് ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം ഇങ്ങനെ പറയുന്നു, ദൈവത്തിന്റെ മന്ദിരം നിങ്ങളാണ്. ഈ കാണുന്ന സിമന്റും മണലും കൊണ്ട് ഒരുക്കി വെച്ച 4 ചുവരല്ല ദൈവത്തിന്റെ മന്ദിരം. ഇവിടെ നമുക്ക് കൂടി വരുവാൻ വേണ്ടി ഒരു കെട്ടിടം പണിതം നല്ലാതെ ഇതിന് വലിയ പ്രാധാന്യം മറ്റൊന്നില്ല. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ ദൈവ സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങുന്നു. നമ്മൾ ഒരുമിച്ച് അതിനു വേണ്ടി വേർതിരിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവ സാന്നിധ്യം ഇവിടെ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നത്. അല്ലാതെ ഇതിൽ പ്രയോറിറ്റി ഇല്ല. പ്രയോറിറ്റി ആർക്കാ? നമ്മുടെ ശരീരങ്ങൾക്കാണ്. ഹല്ലേലൂയ. 4 ചുവരല്ല ദൈവത്തിന്റെ ആലയം, നമ്മളത്രേ ദൈവത്തിന്റെ ആലയം. ഹല്ലേലൂയ. 4 ചുവരല്ല, അവിടെ അല്ല ദൈവം വസിക്കുന്നേ, നമ്മളിലാ ദൈവം വസിക്കുന്നേ. എങ്ങനെ വസിക്കുന്നേ? ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്തായി മാറിയേ? ദൈവത്തിന്റെ
ആലയമായി, ദൈവത്തിൻ്റെ മന്ദിരമായി മാറിയത്. അപ്പോൾ വചനം പറഞ്ഞു, ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ, ഇത് ഞാൻ പറഞ്ഞാണോ? നിങ്ങൾ വചനം വായിച്ചല്ലോ അല്ലേ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ. അപ്പൊ എങ്ങനാണ് ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നത്? അശുദ്ധമാക്കി തീർത്താൽ ദൈവത്തിൻ്റെ മന്ദിരം എന്ത് ചെയ്യും? നശിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ഹല്ലേലൂയ, ആമേൻ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമാണ് എന്ന് വെച്ചാൽ നമ്മളും വിശുദ്ധരായിരിക്കണം. ഹല്ലേലൂയ. എങ്ങനെയാണ് ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കപ്പെടുന്നത്? ഹല്ലേലൂയ. രണ്ട് രീതിയിൽ നശിപ്പിക്കാം. ഒന്ന്, നമ്മളായിട്ട് തന്നെ നശിപ്പിക്കാം. രണ്ട്, അടുത്ത ഏതൊക്കെയോ മണ്ഡലങ്ങളോ വ്യക്തികളോ അതിനെ നശിപ്പിക്കാം. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നു? ഒന്ന്, നമ്മളായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കാൻ പറ്റും. എങ്ങനാണ്? നമുക്കറിയാം, ജഡത്തിൻ്റെ പ്രവർത്തികൾ എന്ന് പറഞ്ഞിട്ട് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ വാക്യം മുതൽ നമുക്കവിടെ വായിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഗലാത്യർക്ക് എഴുതിയ 19 മുതലുള്ള വാക്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ജഡത്തിന്റെ പ്രവർത്തികൾ, അതിൽ ചിലത് നമ്മുടെ ശരീരമാകുന്ന ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. അതിൽ ചിലത് മാത്രം ഞാൻ എടുത്തു പറഞ്ഞിട്ട് വേഗത്തിൽ അടുത്ത ഭാഗത്തോട്ട് പോകും. ആമേൻ. നമ്മുടെ മന്ദിരത്തെ ഒന്ന് പാപം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന നമ്മുടെ ശരീരത്തെ നശിപ്പിക്കാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. ദൈവം പറയുന്നു, വചനം പറയുന്നു, നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ മന്ദിരത്തെ നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണക്ക് കൊടുക്കുന്നത് ലോകത്തിലൊരു മനുഷ്യനായിരിക്കത്തില്ല, കണക്ക് കൊടുക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിനായിരിക്കും. ഹല്ലേലൂയ. കണക്ക് കൊടുക്കേണ്ടത് ലോകത്തിലൊരു മനുഷ്യർക്കായിരിക്കും, ഒരു വ്യക്തിക്കായിരിക്കത്തില്ല. കണക്ക് കൊടുക്കേണ്ടി വരുന്ന ആർക്കായിരിക്കും? ദൈവത്തിനായിരിക്കും. പ്രത്യേകിച്ച് അഭിഷേകം പ്രാപിച്ച ഒരു ദൈവ പൈതൽ തൻ്റെ ശരീരമാകുന്ന ദൈവത്തിൻ്റെ മന്ദിരത്തെ സൂക്ഷിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തെ ദൈവത്തിന്റെ മന്ദിരം എന്തുകൊണ്ട് സൂക്ഷിക്കണമെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ മന്ദിരമായതുകൊണ്ട് നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ശരീരം നമ്മൾ ദൈവത്തിൻ്റെതാതുകൊണ്ട് എന്തും തിന്നാം, എന്തും കുടിക്കാം, എന്തും ചെയ്യാം. നോ വേ. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഹല്ലേലൂയ. എന്താണ്? നമ്മുടെ ഡ്യൂട്ടിയാണ്. കാര്യം എന്താ? ഇത് ദൈവത്തിൻ്റെ ആമേൻ മന്ദിരമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരമാണ് എൻ്റെ ശരീരം. അതിനെ സൂക്ഷിക്കേണ്ടത്, വൃത്തിയോടെ സൂക്ഷിക്കേണ്ടത്, ആരോഗ്യത്തോടെ സൂക്ഷിക്കേണ്ടത് അത് എൻ്റെ ഉത്തരവാദിത്തമാണ്. എനിക്കറിയാം ഇതൊരു വിടുതലിൻ്റെ മെസ്സേജ് അല്ല, പക്ഷേ ഈ മെസ്സേജ് നിങ്ങളുടെ ശരീരങ്ങൾക്കകത്ത് വിടുതലായി തീരും, രോഗങ്ങൾക്ക് സൗഖ്യമായി തീരും. ഹല്ലേലൂയ. അതെനിക്ക് തിരിച്ചറിവുള്ളത് കൊണ്ട് ഞാൻ ഈ വിഷയം ആമേൻ എടുത്തത്. ഹല്ലേലൂയ. പാപം കൊണ്ട് നമ്മുടെ ശരീരത്തെ ആമേൻ നശിപ്പിക്കാം. ഒന്ന്, ആമേൻ ആമേൻ മദ്യപാനം. ആർക്കാ ദോഷം ചെയ്യുന്നേ? നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും, കുടുംബത്തിന് ദോഷം ചെയ്യും. കുടിച്ചും കൊണ്ട് അടുത്ത ആളിനെ മെക്കിട്ട് കയറാൻ പോകുമ്പോൾ അടുത്ത ആളിനും ദോഷമാണ്. പക്ഷേ ഏറ്റവും അധികം ദോഷം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിനാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങൾ മദ്യപാനിയായിരുന്ന ഒരു സഹോദരൻ മാനസാന്തരപ്പെട്ട് ഇപ്പം നമ്മുടെ കൂടെ ഉണ്ട്. ആമേൻ. പുള്ളിയോട് സംസാരിച്ചപ്പോൾ പറയുക, ഞാൻ മദ്യപിക്കത്തില്ലായിരുന്നു, എൻ്റെ പപ്പ ഭയങ്കര മദ്യപാനിയായിരുന്നു. ആമേൻ. അപ്പോൾ ഭാര്യയെ ആമേൻ അനാവശ്യം പറഞ്ഞു, കേൾക്കും, ഈ ലൈവ് കേൾക്കും, കുഴപ്പമില്ല. ആമേൻ. ഭാര്യ അനാവശ്യം പറഞ്ഞപ്പോൾ പപ്പായോട് മറുപടി പറയണം, എനിക്ക് രണ്ടെണ്ണം അടിച്ചാലേ പറ്റുള്ളൂ എന്ന് തോന്നി. അങ്ങനെ തുടങ്ങിയതാ. എന്തിനു വേണ്ടി തുടങ്ങിയതാ? പപ്പായ്ക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി തുടങ്ങിയതാ. പക്ഷേ മദ്യപിക്കുമ്പോൾ ആർക്കാ ദോഷം വരുന്നേ? ദൈവത്തിൻ്റെ പുള്ളി മാനസാന്തരപ്പെട്ട് നിന്നതാ, സ്നാനപ്പെട്ട് നിന്നതാ, ലോകത്തെയും കറങ്ങി തിരിഞ്ഞ് അവസാനം വീണ്ടും മദ്യപാനത്തിൽ പോയി തിരിച്ച് ദൈവം പിടിച്ച് ദൈവസന്നിധി കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നതുകൊണ്ടാണ് പറഞ്ഞേ. മദ്യപാനത്തിൽ പപ്പ മദ്യപാനിയാണ്. അവൻ മദ്യപിച്ചിട്ട് ഭാര്യയെ ചീത്ത പറയാൻ തുടങ്ങിയപ്പോൾ അവൻ പപ്പായോട് മറുപടി പറയണമെങ്കിൽ തൻ്റെ പപ്പ സംസാരിക്കുമ്പോൾ എനിക്ക് പേടിയാ, പപ്പായോട് സംസാരിക്കാൻ വേണ്ടി ധൈര്യത്തിന് കുടിച്ചതാ. ഹല്ലേലൂയ. പിന്നെ കുടിച്ച് 4 കാലിലായി. ദൈവം ഇന്ന് തൊട്ട് മാനസാന്തരപ്പെട്ട് നിർത്തിക്കുക. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ആർക്കാ ദോഷം? സ്വന്തം ശരീരത്തിനാ ദോഷം. കാരണം ഇതൊന്നും നമ്മുടെ ശരീരത്തിന് വേണ്ടി ദൈവം സെറ്റ് ചെയ്ത കാര്യങ്ങളല്ല. ഹല്ലേലൂയ. ഈ മദ്യപിക്കുന്ന സ്വഭാവം നമ്മുടെ അകത്തെ ആന്തരിക അവയവങ്ങൾക്ക് ദോഷം വരുത്തും.
ആമേൻ. നമ്മുടെ മദ്യപാനം, പുകവലി, ലഹരിയുടെ ഉപയോഗങ്ങൾ, ഇതെല്ലാം എന്ത് ചെയ്യും? ആമേൻ. ഇതുപോലെ എല്ലാ പ്രവർത്തിയും അതിൻ്റെതായ ദോഷം നമ്മുടെ ശരീരത്തിൽ വരുത്തും. അസൂയ, കൂടുതൽ അസൂയപ്പെട്ട എന്ത് ചെയ്യും? രക്തം വെള്ളമായി പോവും. ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ സയൻസിലുള്ളത്. എല്ലാം എനിക്ക് പറഞ്ഞ് നിൽക്കാൻ സമയമില്ല. പാസ്റ്റർ വരുമ്പോൾ മൈക്ക് കൊടുക്കണം. ഹല്ലേലൂയ. പാപം ചെയ്യുമ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ പരിണിത ഫലങ്ങളുണ്ട്. അനാവശ്യമായി ദേഷ്യപ്പെട്ടാലും കുഴപ്പമാണ്. ഹല്ലേലൂയ. ആമേൻ. എല്ലാത്തിനും അതിൻ്റെതായ ദോഷമുണ്ട്. പാപപ്രവർത്തികൾക്കെല്ലാം അതിൻ്റെതായ ദോഷം നമ്മുടെ ശരീരത്തിന് ചെയ്യാൻ കഴിയും. മെയിനായിട്ടുള്ള കാര്യം ആമേൻ, ഹല്ലേലൂയ, മദ്യപാനം. ഇതൊക്കെ നമുക്ക് പ്രത്യക്ഷത്തിൽ അറിയാവുന്ന കാര്യം. മദ്യപാനം, പുകവലി, ലഹരിയുടെ ഉപയോഗം, ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നതാണ്. നമ്മുടെ ശരീരത്തെ നമ്മൾ ദോഷം വരുത്തുവാൻ പാടില്ല. എന്തുകൊണ്ട്? നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ഇതിനെ വിശുദ്ധിയോടെ ആരോഗ്യത്തോടെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇനി ഒന്ന് ദുർനടപ്പ്. ഹല്ലേലൂയ. വചനം പറയുന്നു, ദുർനടപ്പുകാരൻ തന്റെ ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ഹല്ലേലൂയ. കാര്യം എന്താ? അവൻ സകല പാപങ്ങളും ശരീരത്തിന് പുറത്തത്രേ. പക്ഷേ നിങ്ങളെ ഭാഗമുണ്ട്, ഞാൻ എടുത്തു ആമേൻ വീട്ടിൽ പോയിരുന്ന് വായിച്ചു നോക്ക്. 1 കൊരിന്ത്യർക്ക് 6-15 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ആമേൻ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ കാണാൻ കഴിയും. ആമേൻ. ദുർനടപ്പുകാരൻ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ശരീരം, നിങ്ങൾ ഓർക്കണം, നമ്മുടെ ശരീരം നമ്മുടെ സ്വന്തമല്ല. ആ വചനത്തിനകത്ത് അവിടെ എഴുതിയിട്ടുണ്ട്. അഭിഷേകം പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ നമ്മുടെ ശരീരം നമ്മുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ മന്ദിരമായ നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് പാപം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് വിരോധമായി ചെയ്യുന്ന പാപങ്ങൾക്ക് നമ്മൾ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ ദൈവം അടി തന്നിട്ട്, അയ്യോ പാസ്റ്ററെ എനിക്ക് ഇന്ന രോഗം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ എന്തെങ്കിലും നമ്മൾ കാരണം നമ്മുടെ ശരീരം രോഗത്തിനോ ആമേൻ ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കത്തക്ക രീതിയിൽ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞേ മതിയാകത്തുള്ളൂ. ഇല്ലേ കർത്താവിന് ആമേൻ നമ്മളോട് കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ വയ്യ. ഹല്ലേലൂയ. ആമേൻ. അറിയാൻ വയ്യ. നിങ്ങൾ തിരിച്ചറിയുക, നമ്മുടെ ഇന്നലകളിലോ ആമേൻ മുമ്പോ ആമേൻ ഏറ്റു പറയപ്പെടാതെ എന്തെങ്കിലും പാപങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ ഏറ്റു പറയുക, കർത്താവേ ഇനി ഞാൻ ആവർത്തിക്കത്തില്ല. അങ്ങയുടെ മന്ദിരമാകുന്ന എൻ്റെ ശരീരത്തെ ഞാൻ വിശുദ്ധിയോടെ സൂക്ഷിക്കും. ആമേൻ. ഞാൻ അതിനെ ആമേൻ നശിപ്പിക്കാതെ അതിനെ സംരക്ഷിക്കും. ഹല്ലേലൂയ. ഒന്ന്, പാപം ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ശരീരത്തെ നശിപ്പിക്കാൻ പറ്റും. 2, അവൻ സ്വന്തമായി ശരീരത്തെ ഉപദ്രവിച്ച് നശിപ്പിക്കാൻ പറ്റും. ഹല്ലേലൂയ. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല, ഭർത്താവ് 2 വർത്തമാനം പറഞ്ഞു, ഭാര്യയ്ക്ക് തിരിച്ച് റിയാക്ട് ചെയ്യാൻ പറ്റില്ല. ഭാര്യ എന്ത് ചെയ്യണം? ഭർത്താവിന് കീഴടങ്ങി റിയാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്വന്തമായിട്ട് 4 ഇടി. ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളും ചാവുന്നതാണ് നല്ലത്. ഹല്ലേലൂയ. ചെയ്തിട്ടുണ്ടേ തെറ്റാണ്. ഇതാരുടെ സ്വഭാവം എന്നറിയാമോ? ഭൂതഗ്രസ്തന്റെ സ്വഭാവം. മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായം മുതൽ ആമേൻ എല്ലാവർക്കും ഉണ്ട്, ഇത് പരസ്പരമുണ്ട്. ഭർത്താവിനും അങ്ങനെ തന്നെ. ഹല്ലേലൂയ. ആമേൻ. ക്ഷമിക്കാൻ പറ്റാതെ ആമേൻ അങ്ങോട്ട് അടിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ചുവരില്ലെങ്കിൽ ഇട്ട് 2 ഇടി ഇടിച്ച് ആമേൻ കൈയൊക്കെ കേടുവരുത്തും. എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്. ദേഷ്യം വന്നപ്പോൾ ഭർത്താവിനോട് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് സ്വന്തമായിട്ട് എന്തിലോ എടുത്ത് വെച്ചിടിച്ചു. ഈ വിരൽ ഇന്നും മടങ്ങത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ദോഷം വരുത്തിയത് ആർക്കാണ്? സ്വന്തം ശരീരത്തിനാണ്. ഹല്ലേലൂയ. ദേഷ്യം വന്നാലും എന്ത് വന്നാലും ഒക്കെ ശരി, പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ആമേൻ, സ്വന്തം ശരീരത്തെ നശിപ്പിക്കാൻ നമുക്ക് അനുവാദമില്ല. നിങ്ങൾക്ക് അവരവരോട് പറയണം, എൻ്റെ ശരീരത്തെ നശിപ്പിക്കാൻ എനിക്ക് അനുവാദമില്ല. ഇതെൻ്റെ സ്വന്തമായി എനിക്ക് തോന്നിയതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞ് നെഞ്ചിലിടിച്ച് അല്ലെങ്കിൽ ശരീരത്തെ വേദനിപ്പിച്ചാൽ അതിന് പറയുന്ന വേറൊരു സംഭവമുണ്ട്, ഭൂതഗ്രസ്തന തന്നെത്താൻ ചതയ്ക്കുന്നവൻ. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ വസിക്കുന്നത് കൊണ്ട് നമ്മുടെ മന്ദിരം ദൈവത്തിനുള്ളതാ. ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുക എന്നുള്ളത് ഒരു നല്ല മനുഷ്യന്റെ ജോലിയല്ല, അത് പിശാചിന്റെ സ്വഭാവമാണ്. ആമേൻ. ഹല്ലേലൂയ. അതുണ്ടാകരുത്. ഇന്നലകൾ നിങ്ങളായി തന്നെ ഇപ്പം ഇടിക്കുമ്പോൾ അറിയത്തില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ പാസ്റ്ററേ ഭയങ്കര നെഞ്ചുവേദന, കാര്യം എന്താണെന്ന് അറിയത്തില്ല. കാരണം പാസ്റ്ററോട് പറയത്തില്ലേ? ഹല്ലേലൂയ. ആമേൻ. ഇങ്ങനെ 2 ഇടി ഇടിച്ചു, ഇതാ കാര്യമൊന്നും പറയത്തില്ല. ഹല്ലേലൂയ. പിന്നൊരു കാര്യമുണ്ട്, ആമേൻ, നമ്മുടെ ഭാര്യയായാലും ഭർത്താവായാലും പരസ്പരം നിങ്ങൾ കേട്ടോണം, നമ്മുടെ ശരീരം ഹല്ലേലൂയ ദൈവത്തിൻ്റെ മന്ദിരമാണ്. നിങ്ങൾ പറയും ആമേൻ ഹല്ലേലൂയ ഞാൻ എന്നെ ഇടിക്കുന്നില്ല, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ ഇടിക്കുന്നുള്ളൂ. അവരെ കേട്ടോണം. ഹല്ലേലൂയ. തിരിച്ചു കേട്ടോണം, ശ്രദ്ധിച്ച് കേട്ടോണം. ആമേൻ. ആമേൻ. ഭാര്യയും ഭർത്താവും ഒരു ശരീരമാണ്, ആണല്ലോ.
ആമേൻ. മനുഷ്യൻ അപ്പനും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും എന്ന് പറയും. ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോടും പറ്റിച്ചേരും. അതുകൊണ്ട് എൻ്റെ ശരീരം ഞാൻ ചതച്ചില്ല, അടുത്ത് അവളുടെ അല്ലെങ്കിൽ അങ്ങേരുടെ ശരീരം ചതച്ചുള്ളൂ എന്ന് പറയരുത്. അടി കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ ചിന്തിക്കും സഹോദരിമാരും അടിക്കുമെന്ന്. ഞാൻ അറിയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ചില കാര്യങ്ങൾ. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് പറയുക, കുഴപ്പമില്ലല്ലോ, നമ്മുടെ ചർച്ചിനകത്തല്ലേ, എൻ്റെ ചർച്ചിനകത്ത് നമ്മൾ പറഞ്ഞില്ലേ പിന്നെ ഇനി ആരാ വന്ന് പറയുക. ഹല്ലേലൂയ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈ നീട്ടുന്നുണ്ടെങ്കിൽ ആമേൻ ഒന്ന് ശ്രദ്ധിച്ചോണം. ആമേൻ. ദൈവം അതിലിടപെടാൻ പോകുന്നേ. ചിലർ പറയുന്നൊരു കാര്യമുണ്ട്, ആമേൻ പറഞ്ഞിട്ട് അവൾ കേട്ടില്ലെന്നേ. ഒരു പ്രാവശ്യം പറഞ്ഞു, രണ്ടാമത്തെ പ്രാവശ്യം നന്നായിട്ട് ചെവിക്കുറ്റിക്കൊന്ന് കൊടുത്തു. നല്ല ഡയലോഗ്, നമ്മുടെ തിരുവനന്തപുരം ഡയലോഗാണ് പറഞ്ഞേ. നന്നായിട്ടൊന്ന് കൊടുത്തു. എന്നിട്ട് അത് അഭിമാനമായിട്ടാണ് പറയുന്നത്. ഇത് അഭിമാനമല്ല കേട്ടോ. ഹല്ലേലൂയ. തിരിച്ചത് ഭർത്താവിൻ്റെ അടുത്ത് അങ്ങോട്ട് കൈവയ്ക്കുന്നവരുണ്ട്. അല്ലെ, നല്ല പിച്ച് കൊടുത്തു, നല്ല നുള്ളു കൊടുത്തു, നല്ല ഇടി കൊടുത്തു. ഹല്ലേലൂയ. നിങ്ങൾ കേട്ടിട്ടില്ല, പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എനിക്കറിയാം, പരിഭവം പറഞ്ഞാലും കുഴപ്പമില്ല. എൻ്റെ അടുത്ത് ഡയറക്റ്റ് വന്നേ പറയുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞേക്കല്ലേ. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ശരീരത്തെ നശിപ്പിച്ചാൽ നമ്മൾ ആർക്ക് കണക്ക് കൊടുക്കണം? കർത്താവിൻ്റെ അടുത്ത് കണക്ക് കൊടുക്കണം. അത് ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ആമേൻ. കുടുംബസ്ഥരായവർ ശ്രദ്ധിക്കുക. ആമേൻ. നിങ്ങളുടെ കുടുംബം, ആമേൻ, ഹല്ലേലൂയ, ഭാര്യ ഭർത്താവ്, അവർ രണ്ട് ശരീരമല്ല, ഒരു ശരീരമാണ്. അതുകൊണ്ട് എൻ്റെ ശരീരത്തെ വേദനിപ്പിച്ചിട്ട് ആ കണക്ക് ഞാൻ കൊടുക്കേണ്ടി വരത്തില്ലെന്ന് ചിന്തിക്കരുത്. അവൻ തിരിച്ചറിഞ്ഞുകൊള്ളും. അവൻ പരസ്പരം വേദനിപ്പിക്കാൻ പാടില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മന്ദിരത്തെ അവൻ പുറമേ നിന്ന് നമ്മളായിട്ട് അറ്റാക്ക് ചെയ്ത് എന്ത് ചെയ്യാൻ പാടില്ല? നശിപ്പിക്കാം. ഇഷ്ടപ്പെടത്തില്ലെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. ആമേൻ. സന്തോഷത്തോടെ ഒന്ന് കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. അല്ല, ചിലരൊക്കെ ഉണ്ട്, ചിലരൊക്കെ എൻ്റെ അടുത്ത് പിണങ്ങി. കുഴപ്പമില്ല. ഹല്ലേലൂയ. പറയാണ്ടിരിക്കാൻ നിവർത്തിയില്ല. ആമേൻ. അല്ല, തന്നെത്താൻ ഉപദ്രവിക്കുന്നത് മന്ദിരത്തെ ആരുടെ മന്ദിരത്തെ? ഇത് നമ്മുടെ സ്വന്തമല്ല. ഓർത്തോണേ, ഇത് നമ്മുടെ സ്വന്തമല്ല, ഇത് നമ്മുടെ സ്വന്തമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നെങ്കിൽ ഇത് ദൈവത്തിൻ്റെ മന്ദിരമാണ്. സ്വന്തമായിട്ട് ഉപദ്രവിക്കരുത്. ഭർത്താവിനെയോ ഭാര്യയോ ഉപദ്രവിക്കരുത്. കണക്ക് കൊടുക്കണം. ഇവിടെ അല്ല, കർത്താവിൻ്റെ സന്നിധി. തിരിച്ചറിഞ്ഞ് അവൻ മാനസാന്തരപ്പെട്ടണം. ഇല്ലേ പറയരുത്, പാസ്റ്റർ പറഞ്ഞു തന്നില്ല, സിസ്റ്റർ പറഞ്ഞു തന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ കിടക്കുന്നെന്ന് പറഞ്ഞേക്കരുത്. അപ്പോൾ തന്നെത്താൻ ഉപദ്രവിക്കുന്നത് എന്താണ്? അവൻ പാപമാണ്. ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നത് ദൈവം അനുവദിച്ചു തരത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇന്നലെ അവൾ വന്നിട്ടുണ്ടോ? ക്ഷമ ചോദിച്ച് ദൈവസന്നിധിയിൽ ക്രമപ്പെടുക. ആമേൻ. ഹല്ലേലൂയ. തന്നെത്താൻ ഉപദ്രവിക്കുന്നത് ദൈവസന്നിധിയിൽ പാപമായി വരും. കാരണം നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമായി. ഇനി മൂന്നാമത്തെ കാര്യം, ഭക്ഷണം കൊണ്ട് ആമേൻ നമ്മുടെ മന്ദിരത്തെ നശിപ്പിക്കരുത്. ഇതിന് നിങ്ങൾ ഉറപ്പായിട്ടും വേണം. ഹല്ലേലൂയ. വല്ലതും പറയാം, സിസ്റ്റേ ഇതിലെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചത്, അതും കൂടെ പറ്റത്തില്ല എന്ന് പറയരുത് അവൻ എന്ന് പറയുന്നവരുണ്ടാകും. അല്ലേ, ഭക്ഷണം കൊണ്ട് ദൈവത്തെ ദൈവത്തിൻ്റെ മന്ദിരമാണ് ശരീരത്തെ നശിപ്പിക്കാൻ പറ്റുമോ? പറ്റും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന്, ആമേൻ, നമ്മുടെ ആരോഗ്യത്തെ സൂക്ഷിക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാ? ഡോക്ടർമാരുടെ ഡ്യൂട്ടിയാണോ? നമ്മൾ പറയുമോ ഷുഗർ വരും, പ്രഷർ വരും, കൊളസ്ട്രോൾ വരും, നമ്മൾ ഗുളിക കഴിക്കും? ഹല്ലേലൂയ. പറ്റത്തില്ല. നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കേണ്ടത് ആരാണ്? നമ്മുടെ ഡ്യൂട്ടിയാണ്. ഹല്ലേലൂയ. ഞാൻ വാക്യമുണ്ട് പറഞ്ഞുതരാം. എടുത്തേ, റോമർക്ക് എഴുതിയ ലേഖനം 14-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. റോമർക്ക് എഴുതിയ ലേഖനം 14-ാമത്തെ അധ്യായം. ആമേൻ. പലതരത്തിൽ ഭക്ഷണം കൊണ്ട് ആമേൻ നമ്മുടെ നമ്മുടെ ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കാൻ പറ്റും. അത് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നു. റോമർക്ക് എഴുതിയ ലേഖനം ആമേൻ 14-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം എടുത്തേ. ഭക്ഷണം നിമിത്തം ദൈവ നിർമ്മാണത്തെ അഴിക്കരുത്. മതി. ഹല്ലേലൂയ. അവരെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു സാഹചര്യമുണ്ട്. വിഗ്രഹാർപ്പിതം കഴിക്കുന്നതിനെ കൂടെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ഭാഗം നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. ആമേൻ. അതിൽ രണ്ട് കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് എടുക്കാം. ഒന്ന്, ആമേൻ, ഒന്നാമത് പറഞ്ഞു ഭക്ഷണം നിമിത്തം ദൈവ നിർമ്മാണത്തെ അഴിക്കരുത്. ഞാൻ ചോദിക്കട്ടെ, ദൈവം ഏലിയാവിന് ഭക്ഷണം കൊടുത്തു. ഞാൻ ഉൾപ്പെടെ നിറയെ കഴിക്കുന്ന ആളാണ്, ഇതെനിക്കും കൂടെ കൊള്ളും, അതറിഞ്ഞിട്ട് തന്നെ പറയുന്നത്. 3 നേരമൊക്കെ കഴിക്കും. അല്ലെങ്കിൽ 3-5 നേരമൊക്കെ കഴിക്കും. ആമേൻ. പ്രത്യേകിച്ച് കവറിംഗ് പ്രയറിന് വരുവാണ്, നിങ്ങൾ നിർബന്ധിച്ച് തീറ്റിക്കരുത്. ഹല്ലേലൂയ. ഇന്നത്തോടെ ഞങ്ങൾ രക്ഷപ്പെടും. ഞാനും പാസ്റ്റർ കൊടുത്തവനോ പ്രോബ്ലം. ഹല്ലേലൂയ. ഓക്കെ. ആമേൻ. ഭക്ഷണ നിമിത്തം എന്ത് ചെയ്യാൻ പാടില്ല? ദൈവ നിർമ്മാണത്തെ അഴിക്കാൻ പാടില്ല. ഇത് ആരുടെ കൈപ്പണിയാ? പറഞ്ഞേ, ഇത് ആരുടെ കൈപ്പണിയാ? ദൈവത്തിൻ്റെ. ആരുടെ മന്ദിരമാ? ദൈവത്തിൻ്റെ മന്ദിരമാണ്. അപ്പൊ എങ്ങനെ ഭക്ഷണ നിമിത്തം അഴിക്കുന്നേ? ഒന്നാമത്തെ കാര്യം, ദൈവഹിതമല്ലാത്ത ഭക്ഷണം കഴിക്കരുത്. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, എന്താ സിസ്റ്റർ ദൈവഹിതമല്ലാത്ത ഭക്ഷണം? വിഗ്രഹാർപ്പിതങ്ങൾ ദൈവഹിതമല്ലാത്ത ഭക്ഷണമാണ്.
ആമേൻ. വിഗ്രഹാർപ്പിതം സ്തോത്രം ചെയ്ത് കഴിക്കാം എന്ന് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചു പറയും, അതെനിക്കറിയാം. പക്ഷേ സഹോദരന് ഇടർച്ച വരുത്തുമാറ്, ആമേൻ, ചിലർ നോക്കിയിട്ട് പറയും, ഓ ഇന്നയാൾ ഭയങ്കര പള്ളിക്കാരിയാ, പക്ഷെ നോക്ക് അവൻ കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചല്ലോ, ഹല്ലേലൂയ എന്ന് പറയുന്നവരുണ്ട്. പിന്നൊന്ന്, പേടിയുള്ളവർ ദയവ് ചെയ്ത് വിഗ്രഹാർപ്പണം തുടരുത്. ഹല്ലേലൂയ. അറിഞ്ഞു വെച്ചും കൊണ്ട് ഇത് ദോഷം വരുമോ എന്ന ചിന്തയോടെ നിങ്ങൾ എന്ത് ചെയ്യരുത്, തുടരുത്. സ്തോത്രത്തോടെ കഴിച്ചാൽ കഴിക്കാം, പക്ഷെ പണിയാവാതെ ശ്രദ്ധിച്ചോണം. നിങ്ങൾ ചോദിക്കും സിസ്റ്റർ ഉദാഹരണമുണ്ട്, ഞാൻ ഉദാഹരണം പറഞ്ഞു തരാം. നമ്മുടെ ചർച്ചിനകത്ത് ഇവിടെ അല്ല, കാഞ്ഞിരംകുളം സെൻറ്ററിൽ നേരത്തെ വന്നുകൊണ്ടിരുന്ന ഒരു പയ്യൻ, പുള്ളി ആമേൻ ബസ്സിൽ കണ്ടക്ടറായിട്ടാണ് പൊക്കോണ്ടിരുന്നത്. ട്രിവാൻഡ്രത്ത് പ്രൈവറ്റ് ബസ്സിൽ കണ്ടക്ടറായിട്ട് പൊയ്ക്കൊണ്ടിരുന്നു. ആമേൻ. ഒരു ദിവസം ആമേൻ ആ ബസ്സിനകത്ത് ആമേൻ കുറച്ച് ഉണ്ണിയപ്പം, ഒരു ഉണ്ണിയപ്പത്തിൻ്റെ കവറിരുന്നു, ഉണ്ണിയപ്പത്തിൻ്റെ പൊതിയിരുന്നു. പുള്ളി എടുത്ത് ആമേൻ നല്ലതുപോലെ കഴിച്ചു. ആരും അറിഞ്ഞില്ല. പക്ഷേ 2ൻ്റെ ഒന്നോ 3ൻ്റെ ഒന്നോ പുള്ളിക്ക് പ്രശ്നം തുടങ്ങി. ആമേൻ എനിക്ക് തോന്നുന്നു പനിയോ ആമേൻ വോമിറ്റിങ്ങോ ലൂസ് മോഷൻ അങ്ങനെ എന്തൊക്കെയോ ആമേൻ പ്രശ്നങ്ങൾ ആമേൻ പുള്ളിക്ക് തുടങ്ങി. തുടങ്ങിയ സമയത്ത് പാസ്റ്റർ വിളിച്ചു. ആദ്യം ഒന്ന് ആമേൻ ജസ്റ്റ് ഒന്ന് ഫോണിൽ കൂടെ പ്രാർത്ഥിച്ച് സുഖമില്ല, ആമേൻ ചർച്ചിലോട്ട് കൊണ്ടുവരിക, പാസ്റ്റർ അങ്ങോട്ട് പോവുമോ എന്ന്. ഇപ്പോഴല്ല, വർഷങ്ങളായി. ആമേൻ ചെന്ന് പ്രാർത്ഥിച്ച സമയത്ത് ആമേൻ ഈ മകൻ്റെ ഉള്ളി അങ്ങോട്ട് കക്കാൻ തുടങ്ങി, ഛർദ്ദിക്കാൻ തുടങ്ങി. എന്താ കാര്യം ചോദിച്ചാൽ പറയുവാണ്, എൻ്റെ സാധനം ഇവൻ കഴിച്ചു എന്ന്. എൻ്റെ സാധനം വെച്ചിരുന്ന സംഭവം, എൻ്റെ സാധനം ഇവൻ കഴിച്ചു. അതാ ആമേൻ ഞാൻ അവൻ്റെ കൂടിയ. ഹല്ലേലൂയ. പിന്നെ പറഞ്ഞ് എല്ലാത്തെയും കഷ്ടപ്പെട്ട് കക്കിച്ച് പുറത്തെടുത്തു. ശാസ്ത്രം വെച്ച്, ഇനി കഴിക്കുമോടാ? ഇല്ല, കഴിക്കത്തില്ല. അറിയാമായിരുന്നു, കുഴപ്പമില്ലെന്ന് വിചാരിച്ച് കഴിച്ചതാ. ഉണ്ണിയപ്പോ അല്ലേ, 10 രൂപ കൊടുത്താൽ കിട്ടുമെന്ന് വാങ്ങി കഴിക്കുക. ആമേൻ. ഹല്ലേലൂയ. വാങ്ങി എടുത്ത് കഴിച്ചു. സംഭവം ആളിന് പേടി ഉണ്ടായിരുന്നിട്ടുണ്ടാവും. ഹല്ലേലൂയ. എനിക്കറിയാൻ വയ്യ. ആമേൻ എന്തോ ആയാലും സംഭവം പ്രശ്നമായി. ആമേൻ എല്ലാം ഒമിറ്റ് ചെയ്ത് ആമേൻ ഇവിടെ കിടന്ന അവസാനം കഴിച്ചതിൻ്റെ ഡബിൾ ആരോഗ്യം ചെലവഴിക്കേണ്ടത്. ഈ അകത്തുനിന്ന് പുറത്തോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ എളുപ്പമാണ്, തിരിച്ചു വരാൻ ഇച്ചിരി പാടാം. ഹല്ലേലൂയ. എന്തായാലും പുറത്തെടുത്തു. അതുകൊണ്ട് ഞാൻ പറയും, ആമേൻ വിഗ്രഹാർപ്പിതങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നത് നല്ലത്. ആമേൻ. നമുക്ക് പൗലോസ് അപ്പോസ്തലൻ ആമേൻ നമുക്ക് ഈ അന്ത്യോക്യയിൽ വെച്ചൊരു ഒരു കമ്മിറ്റി നടക്കുക. നമ്മുടെ പുതിയ നിയമ കാലഘട്ടത്തിൽ ഒരു കമ്മിറ്റി നടക്കുന്ന അപ്പോസ്തല പ്രവൃത്തികളിലുണ്ട്. ഇവർ ആമേൻ പുതിയ നിയമത്തിൽ ആമേൻ ജാതികളിൽ നിന്ന് വിശ്വാസത്തിലോട്ട് വന്നവരും ആമേൻ യഹൂദന്മാരുടെ വിശ്വാസികളും തമ്മിലുള്ള ഒരു ചെറിയ തർക്കം ഉണ്ടായിരുന്നു. അവർക്കൊരു സംസാരം. ആമേൻ പുതിയ നിയമം ഇപ്പോൾ യേശുവിൻ്റെ രക്തം മൂലം വിശ്വാസത്തിലൂടെ ആമേൻ ദൈവസന്നിധിയിൽ വരുന്നവർ പരിച്ഛേദന ഏൽക്കണമോ വേണ്ടയോ? ഇതായിരുന്നു അവരുടെ സംസാര വിഷയം. പത്രോസും പൗലോസും ഒക്കെ ആമേൻ ആ മീറ്റിങ്ങിനകത്ത് പങ്കെടുക്കുക. പത്രോസും പൗലോസും എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടെ തർക്കമാ. പൗലോസ് പറയും വിശ്വാസം മുഖാന്തരമാണ് രക്ഷപ്പെടുന്നത്, അതുകൊണ്ട് പരിച്ഛേദന വേണ്ട, അത് ആമേൻ യഹൂദന്മാരുടെ ആചാരമാണ്. പത്രോസ് പറയും അങ്ങനല്ല, ആമേൻ ഞങ്ങളൊക്കെ പരിച്ഛേദന ഏറ്റവരാണ്, അതുകൊണ്ട് പരിച്ഛേദന വേണം. ഇവർ തമ്മിൽ ഒരു കമ്മിറ്റി, ആമേൻ ഇവർ പരസ്പരം ആലോചിച്ച് ഒടുവിലൊരു തീരുമാനമെത്തി. ആമേൻ ന്യായപ്രമാണത്തിന്റെ കാര്യങ്ങൾ ഇവരുടെ മേൽ അടിച്ചേൽപ്പിക്കേണ്ട, വിശ്വാസം മൂലമാ പുതിയ നിയമത്തിനകത്ത് ജനം രക്ഷിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. അവരുടെ സ്വഭാവത്തിനാണ് പരിച്ഛേദന വരേണ്ടത് എന്ന തീരുമാനത്തിനകത്ത് നിന്ന് അവർ പറഞ്ഞു, ശ്വാസം മുട്ടിച്ചത്തതിനെയും ആമേൻ വിഗ്രഹാർപ്പിതയും ഒഴിവാക്കിയിരുന്നാൽ മതി. അവിടെയും പുതിയ നിയമത്തിനകത്ത് പറയാൻ എന്ത് ചെയ്യണം? വിഗ്രഹാർപ്പിതങ്ങളെ ഒഴിവാക്കി വെക്കുന്നതാ നല്ലത്. ഒന്ന്, വിഗ്രഹാർപ്പിതം കൊണ്ട് എന്ത് ചെയ്ത ദൈവത്തിൻ്റെ മന്ദിരത്തെ ശുദ്ധമാക്കരുത്. കഴിയുമെങ്കിൽ നിങ്ങളതിനെ അവോയ്ഡ് ചെയ്യുക. കഴിക്കേണ്ടിയ സാഹചര്യം വന്നാൽ നിങ്ങൾക്ക് ഭയം ഉണ്ടെങ്കിൽ കഴിക്കാണ്ടിരിക്കുക. കഴിച്ചാൽ സ്തോത്രത്തോടെ കഴിക്കുക. ആമേൻ. അത് ദോഷം വരുത്തത്തില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം, ഉറപ്പോടെ മാത്രം. കാരണം ആമേൻ അശുദ്ധമായ നമ്മുടെ ശരീരം തങ്ങാതെ വണ്ണം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. പക്ഷെ നിങ്ങൾ ഉറപ്പില്ലാതെ കൈവച്ചാൽ നമുക്കത് ദോഷമായി തീരും. അതുകൊണ്ട് കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഹല്ലേലൂയ. നിങ്ങൾ കഴിച്ചാലും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, സിസ്റ്ററെ കഴിക്കാമോ വേണ്ടയോ? ഇനി വന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സാക്ഷിക്ക് വിടുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ക്രിസ്തുവിങ്കിൽ നിങ്ങളുടെ ഉറപ്പിന് ഞാൻ വിടുകയാണ്. കഴിക്കാണ്ടിരിക്കുന്നത് നല്ലത്. ആമേൻ. ഒന്ന്, ഭക്ഷണ നിമിത്തം നമ്മൾ എന്ത് ചെയ്യരുത്? ദൈവനിർമ്മാണത്തെ അഴിക്കരുത് എന്ന് പറയുമ്പോൾ വിഗ്രഹാർപ്പിതം ഒഴിവാക്കിയിരിക്കുക. ദെൻ ആമേൻ അമിത ഭക്ഷണം. ഹല്ലേലൂയ. അമിത ഭക്ഷണം. നമുക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? ഈ സിസ്റ്റർ കഴിക്കാനും കൂടെ സമ്മതിക്കത്തില്ല. എല്ലാവരും കൂടെ എന്നെ അടിക്കാൻ വരണ്ട. ആമേൻ. ഹല്ലേലൂയ.
ആമേൻ സദൃശവാക്യങ്ങളിൽ വരുമ്പോൾ ആമേൻ ഒരു 23 അധ്യായം അതിൻ്റെ 2-3 വാക്യത്തിൽ അവിടെ ഇങ്ങനെ പറഞ്ഞ വായിച്ച ഞാൻ തന്നെ വായിക്കാം. നീ ഭോജനപ്രിയനാകുന്നുവെങ്കിൽ നിൻ്റെ തൊണ്ടയ്ക്കൊരു കത്തി വെച്ചുകൊള്ളുക. ആമേൻ ആമേൻ. ആ ഭോജനം എന്ന് വെച്ചാൽ അധികാരികളുടെ മുൻപിലിരുന്ന് കഴിക്കുന്ന രീതിയാണ് പറയുന്നത്. അത് ഒരുപക്ഷെ അത് വിഗ്രഹാർപ്പിതമാകാൻ പറയുന്നത്. ആമേൻ. എന്നാലും ആമേൻ ഹല്ലേലൂയ നമ്മുടെ ശരീരത്തിന് ദോഷകരമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഷുഗർ വന്നിട്ട് ഡോക്ടർമാർ പറയും ഒന്ന് ഭക്ഷണം കൺട്രോൾ ചെയ്താൽ കൊള്ളാം. നമ്മൾ പറയും കർത്താവ് എനിക്ക് കഴിക്കാൻ തന്നെ തന്നേക്കുന്നത് അതുകൊണ്ട് ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞാൽ അംഗീകരിക്കുന്നവർ കാണും, പക്ഷേ ഹല്ലേലൂയ. കാരണം നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തോടെ സൂക്ഷിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്ക് കൊതിയുണ്ടോ നിങ്ങൾ ഫുഡ് കഴിക്കാൻ? നോ പ്രോബ്ലം. ആമേൻ. ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഭക്ഷണം കഴിക്കണം. ആരോഗ്യത്തിന് ആവശ്യമായി ഏലിയാവിന് എത്ര നേരം അദ്ദേഹം ഫുഡ് കൊടുത്തേ? കെരീത്ത് തോട്ടിൻ്റെ കരയിൽ ഒളിച്ചിരുന്നപ്പോൾ എത്ര നേരം ഫുഡ് കൊടുത്തോ? 3 നേരം കൊടുത്തോ? 2 നേരം കൊടുത്ത്, രാവിലെയും രാത്രിയും കൊടുത്തു, 2 നേരം കൊടുത്തു. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഫുഡ് നമ്മൾ കഴിക്കണം. വയറ് നിറഞ്ഞ ഫുഡ് കഴിപ്പ് നിർത്തണം. ഭക്ഷണം ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. വചനമൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. ഭക്ഷണം ദൈവത്തോട് അകറ്റാൻ കാരണമായി തീരരുത്. ഇപ്പം നിങ്ങൾ ചോദിച്ചു സിസ്റ്ററെ ഭക്ഷണം എങ്ങനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നേ? രാത്രി വയറ് നിറയെ ഭക്ഷണം കഴിച്ചാൽ ഉറക്കം തൂങ്ങാതിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. എന്ന് പറഞ്ഞ് കഴിക്കാതിരിക്കാനല്ല ഞാൻ പറയുന്നേ. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടുന്ന ഭക്ഷണം കഴിക്കണം. ചിലരുണ്ട് ആമേൻ ചില വിഷയങ്ങൾ വരുമ്പോൾ ആരുടെടുത്തെങ്കിലുള്ള ദേഷ്യത്തിന് വലിച്ചുവാരി അങ്ങ് കഴിക്കും. ആമേൻ. ഓവർ ഫുഡ്. ആമേൻ. ടെൻഷൻ വരുമ്പോൾ ഒത്തിരി ഫുഡ് കഴിക്കുന്നവരുണ്ട്. ചിലരുടെ ഓരോരുത്തരുടെ പ്രകൃതം അത് നിങ്ങൾ തിരിച്ചറിയുന്നുവെങ്കിൽ അതിനെ നിങ്ങൾ നിയന്ത്രിക്കാം. മധുരം ഒത്തിരി കഴിക്കുന്നവരുണ്ട് ടെൻഷൻ വരുമ്പോൾ. ഹല്ലേലൂയ. ശരീരത്തിന് ദോഷകരമായ രീതിയിൽ ആമേൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ആമേൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഒത്തിരി കുടിക്കുന്നവരുണ്ട്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ദോഷമാണെന്ന് അറിഞ്ഞു വെച്ചിട്ടും നിങ്ങൾ ചെയ്യുവാണെങ്കിൽ തെറ്റാണ്. ഓക്കെ, നിങ്ങൾക്ക് ദോഷമല്ലാത്ത നിങ്ങൾ വയറ് നിറയെ ഫുഡ് കഴിക്കും, നോ പ്രോബ്ലം. ആമേൻ. ദോഷകരമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കഴിക്കുന്ന ഫുഡ് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിക്കുക. അതിനാൽ ഞാൻ എൻ്റെ ശരീരമാകുന്ന ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കത്തില്ല എന്ന് നിങ്ങൾ തന്നെ തീരുമാനമെടുക്കുക. അവൻ ദാനിയേൽ പറഞ്ഞു, രാജാവിൻ്റെ ഭക്ഷണം കൊണ്ടും രാജാവ് കഴിക്കുന്ന വീഞ്ഞുകൊണ്ടും ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കത്തില്ല. ഒന്നുകിൽ വിഗ്രഹാർപ്പിതമായിരുന്നിരിക്കണം, അല്ലെങ്കിൽ ദൈവഹിതമല്ലാത്ത ഭക്ഷണം എന്തോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദാനിയേൽ പറഞ്ഞേ അവൻ അശുദ്ധനാക്കത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ മന്ദിരം ദൈവത്തിന്റെ മന്ദിരമാണ്. നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. അതിനെ വിശുദ്ധിയോടെ നമ്മൾ സൂക്ഷിക്കണം, ആരോഗ്യത്തോടെ സൂക്ഷിക്കണം. കൊളസ്ട്രോൾ ഉണ്ട്, വീണ്ടും ആമേൻ ഫുഡൊന്നും കൺട്രോൾ വലിച്ചു വാരി കഴിക്കുക. നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് ദോഷമാ. ഞാൻ പറയും നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തോടെ സൂക്ഷിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരു കർത്താവിൻ്റെ അഭിഷിക്ത നിങ്ങൾക്കറിയാം, മേരി കോവർ എന്ന് പറയുന്ന കർത്താവിൻ്റെ അഭിഷിക്തയെക്കുറിച്ച് കേട്ടുള്ള എത്ര പേരുണ്ട്? ആമേൻ. ഭയങ്കര ശക്തിയോടെ ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന പ്രവാചകിയായിരുന്ന ഒരു സിസ്റ്റർ. അവൻ ഒത്തിരി രാജ്യങ്ങൾക്കകത്ത് പോയി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ആമേൻ. ആ സഹോദരി തൻ്റെ മകളോട്, അവരുടെ സാറാ കോർ, ഇന്ന് അവർ മകൾ ശുശ്രൂഷയിലുണ്ട് ഫാമിലി ആയിട്ട്. അവരുടെ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ കേട്ട ഒരു കാര്യമാണ്, ആ അമ്മ രോഗിയെ തനിക്ക് ഒരു സമയം കഴിഞ്ഞപ്പോൾ സ്ട്രോക്ക് വന്നു. ആമേൻ കിടക്കയിൽ ദിവസങ്ങൾ ഒതുങ്ങിപ്പോയൊരു സമയം ഉണ്ടായിരുന്നു. അവിടെ കിടന്നും കർത്താവിന് വരുന്ന ജനത്തിന് വേണ്ടി പ്രവചിക്കുന്ന ഒരു സഹോദരിയായിരുന്നു, ഒരു മാതാവായിരുന്നു. ആമേൻ. ആ മാതാവിൻ്റെ സാക്ഷ്യം ഞാൻ ഇങ്ങനെ കേട്ടതാ. തൻ്റെ മകളോട് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, അവൻ മോളെ എനിക്ക് പറ്റിയ തെറ്റ് നിനക്ക് പറ്റരുത്. ഞാൻ അവരുടെ ഓവർ ഫുഡെന്നല്ല ഞാൻ പറഞ്ഞ, ഞാൻ എൻ്റെ ആരോഗ്യത്തെ സൂക്ഷിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് നാളുകൂടെ എൻ്റെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാമായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ മന്ദിരം എന്താണ്? നമ്മുടെ ശരീരം എന്താണ്? ദൈവത്തിൻ്റെ മന്ദിരമാണ്. നമ്മുടെ മന്ദിരത്തെ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ അറിഞ്ഞുകൊണ്ട് ദോഷം വരുത്താൻ പാടില്ല. ആമേൻ. ആമേൻ. ഭക്ഷണം നിയന്ത്രിക്കുക. ചിലരുണ്ട് വീട്ടിൽ ആരോടെങ്കിലും പിണങ്ങിയ പിന്നെ ഭക്ഷണം കഴിക്കത്തില്ല. ഹല്ലേലൂയ. വീട്ടിൽ ആരോടെങ്കിലും പിണങ്ങിയ ആരെടുത്താ പിണങ്ങുന്നേ? ഭർത്താവിൻ്റെ അടുത്ത് പിണങ്ങി, മക്കളെടുത്ത് പിണങ്ങി, അല്ലെങ്കിൽ അപ്പനമ്മ അടുത്ത് പിണങ്ങി, പിന്നെ ഭക്ഷണം കഴിക്കത്തില്ല. കൊള്ളത്തില്ല അത്. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ ആമേൻ സൂക്ഷിക്കത്തക്ക എന്ന് പറഞ്ഞ് ഫാസ്റ്റിംഗ് എടുക്കണം. ഡോക്ടർമാർ പറയുന്ന ആഴ്ചയിൽ ഒരിക്കൽ ഫാസ്റ്റിംഗ് എടുക്കാൻ നല്ലതാ. അത് പിണങ്ങിയിട്ടാകരുത്. ഹല്ലേലൂയ. ഫാസ്റ്റിംഗ് എടുക്കാൻ നല്ലതാ. നോർമലി നമ്മൾ ഈ ക്രിസ്ത്യൻ ഫീൽഡിൽ ക്രിസ്ത്യാനികൾ മാത്രമെന്നല്ല, നോർമലി ഡോക്ടർമാർ നിങ്ങൾ എല്ലാ ദിവസവും ഫുഡ് കഴിച്ചാലും ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങളുടെ ശരീരത്തിന്, നിങ്ങളുടെ വയറിനൊന്ന് റെസ്റ്റ് കൊടുക്കണം.
ഇതിനിപ്പം മിക്കവാറും ആരെങ്കിലുമൊക്കെ പറയും ഒന്നാതെ ഫുഡ് കഴിക്കുന്നില്ല, സിസ്റ്റർ പറഞ്ഞതുകൂടെ കേട്ടിനി ബാക്കി കൂടെ നിർത്തി എന്ന് പറഞ്ഞേക്കരുത് എന്നോട്. ആമേൻ. ശരീരത്തിന് ആരോഗ്യകരമായ രീതിയിൽ എന്ത് ചെയ്യണം? ഭക്ഷണം കഴിക്കണം. ആമേൻ. ഭക്ഷണ നിമിത്തം എന്ത് ചെയ്യാൻ പാടില്ല? ദൈവനിർമ്മാണത്തെ അഴിക്കരുത്. 1, വിഗ്രഹാർപ്പിതം ആമേൻ ഒഴിഞ്ഞിരിക്കുന്നത് നല്ലത്. 2, അമിത ഭക്ഷണം ഒഴിഞ്ഞിരിക്കുന്നത് നല്ലത്. 3, ഭക്ഷണം കഴിക്കാതെ ശരീരത്തെ ദണ്ണിപ്പിക്കരുത്. ആരോഗ്യകരമായ ഭക്ഷണം എന്ത് ചെയ്യണം? കഴിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തെ ദൈവം നിർമ്മിച്ചപ്പോൾ സോഡിയം, പൊട്ടാസ്യം, കൊളസ്ട്രോള്, ആമേൻ, ഉപ്പ്, പിന്നെ എന്താ പറയുക, എല്ലാം നമ്മുടെ എല്ലാം ദൈവത്തിനൊരു ലിമിറ്റുണ്ട്. ദൈവത്തിന് എന്താ ഉണ്ട്? ഒരു കണക്കുണ്ട് ഇല്ലേ? ഒരു ഹെൽത്തി ബോഡി ആകുമ്പോൾ സോഡിയത്തിൻ്റെ അളവ്, പൊട്ടാസ്യത്തിൻ്റെ അളവ് ഇത്ര വേണം, ആമേൻ, കൊളസ്ട്രോൾ ഇത്ര വേണം, ആമേൻ, ബ്ലഡ് ഷുഗർ ഇത്ര വേണം, ബ്ലഡ് പ്രഷർ ഇത്ര വേണം, ആമേൻ, ഇങ്ങനെ തുടങ്ങി എല്ലാത്തിനും നോർമൽ കൗണ്ട് ഉണ്ട്. ആമേൻ. ആമേൻ. അത് ആരോഗ്യമായൊരു ബോഡി എന്ന് പറയുമ്പോൾ ആമേൻ, നമ്മുടെ ഫുഡ് കൊണ്ട് നമ്മൾ അതിനെന്ത് ചെയ്യാൻ പാടില്ല? ആമേൻ, അതിനെ തെറ്റിക്കാൻ പാടില്ല. ഭക്ഷണം കഴിക്കാതിരുന്ന BP ലോ ആവും, പാടില്ല. ഭക്ഷണം കഴിക്കാതിരുന്ന ഉപവാസം എടുത്തിട്ട് നിങ്ങൾക്ക് ആമേൻ അങ്ങനെ ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. ആമേൻ. നിങ്ങൾ ഉപവാസം എടുക്കാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന സമയം നിങ്ങൾ ഉപവസിക്കുക. പക്ഷെ ബാക്കിയുള്ള സമയം നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ ഫുഡ് നിങ്ങൾ കൊടുക്കുക. നിങ്ങളുടെ ശരീരത്തെ ആരോഗ്യത്തോടെ സൂക്ഷിക്കുന്ന രീതി നിങ്ങൾ ഭക്ഷണം കഴിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ ചോദിക്കും, ഇതൊക്കെ ഒരു ചർച്ചിനകത്ത് പറയേണ്ട വിഷയമാണോ സിസ്റ്റർ എന്ന് ചോദിക്കും. ഇനി നിങ്ങൾക്ക് ഇതാരാ പറഞ്ഞു തരിക? അങ്ങനെ ചോദിക്കുന്നവരുണ്ടോ എന്നോട്? ഹല്ലേലൂയ. ചിലർ നമുക്ക് തോന്നിയതുപോലെ ഭക്ഷണ രീതി, തോന്നിയതുപോലെ ഉപവസിച്ചിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാതെ ആമേൻ ഒക്കെ നടക്കുന്നവരുണ്ട്. ആരോഗ്യകരമായ രീതിയിൽ ഭക്ഷണം കഴിക്കുക. ഹല്ലേലൂയ. ഉപവാസം എടുക്കേണ്ട സമയത്ത് ഉപവസിക്കുക. ദൈവസന്നിധിയിൽ ഉപവാസം എടുക്കേണ്ടത് ആവശ്യമാണ്, അത് വചനം പറയുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞുള്ള സമയങ്ങൾ നിങ്ങളുടെ ബോഡിയെ ആമേൻ, നിങ്ങളുടെ ശരീരത്തെ ആമേൻ ആരോഗ്യത്തോടെ സൂക്ഷിക്കണം. നിങ്ങളുടെ ദൗത്യമാകയാൽ അതിന് വേണ്ടുന്ന കെയർ നിങ്ങൾ കൊടുത്തേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. വൃത്തിയോടെ നടക്കുക, ശരിയായിട്ട് കുളിക്കുക, ശരിയായിട്ട് ആമേൻ ഹല്ലേലൂയ ശരിയാ നല്ല വൃത്തിയുള്ള ഡ്രസ്സ് ധരിക്കുക. ഇതൊക്കെ അതിനകത്തുള്ളതാ. ഞാൻ ഒത്തിരി നീട്ടുവാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ ഒത്തിരി ആമേൻ ഹല്ലേലൂയ അത് ആമേൻ സമയം ഒത്തിരി പോകുന്നതുകൊണ്ട് ചിന്തിക്കുക, നമ്മുടെ ശരീരം എന്താണ്? ദൈവത്തിൻ്റെ മന്ദിരമാണ്. നമുക്ക് തന്നെ മന്ദിരത്തെ നശിപ്പിക്കാം. ആ വിഷയങ്ങളാണ് ഞാൻ പറഞ്ഞത്. നോർമലി നമ്മളല്ലാതെ ഈ പിശാച് അറ്റാക്ക് ചെയ്യുന്നത് പുറത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇന്ന് ഇതിന് പ്രാധാന്യം കൊടുത്ത് പറഞ്ഞത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മൾ അങ്ങ് കർത്താവ് എല്ലാം നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് തോന്നിയതുപോലെ ജീവിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞു തന്നെ. ഹല്ലേലൂയ. ആമേൻ. നമ്മളായിട്ട് നമ്മുടെ ശരീരത്തെ ദൈവത്തിൻ്റെ മന്ദിരമാകും. നമ്മുടെ ശരീരത്തെ നശിപ്പിക്കാൻ കഴിയും, നശിപ്പിക്കരുത്. ദൈവസൻ നമ്മളതിന് കണക്ക് കൊടുക്കേണ്ടി വരും. പാപം നിമിത്തം ദൈവത്തിൻ്റെ മന്ദിരമാകും നമ്മുടെ ശരീരത്തെ നശിപ്പിക്കരുത്. മദ്യപാനം, ആമേൻ, പുകവലി, ആമേൻ, ദുർനടപ്പ്, ഇങ്ങനെ തുടങ്ങി പാപ പ്രവർത്തികളാൽ ദൈവത്തിന്റെ മന്ദിരമാകുന്ന നമ്മുടെ ശരീരത്തെ നശിപ്പിക്കാൻ പാടില്ല. 2, ആമേൻ, തന്നെത്താൻ ഉപദ്രവിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തെ നശിപ്പിക്കാൻ പാടില്ല. മറ്റുള്ള ആളുടെ ദേഷ്യം നമ്മുടെ ശരീരത്തോട് തീർക്കരുത്. നമ്മോടുള്ള ദേഷ്യം നമ്മുടെ ശരീരത്തോട് തീർക്കരുത്. നമ്മോടുള്ള ദേഷ്യം അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞ 2ന് ആമേൻ അടുത്തയാളിന് ഒരു തല്ലും കൊടുത്തിട്ട് നന്നായി എന്ന് പറയരുത്. ആമേൻ. ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്ന തുല്യമാണ്. ദൈവത്തിന് അത് ഇഷ്ടപ്പെടത്തില്ല. 3, ഭക്ഷണം നിമിത്തം ആമേൻ ഹല്ലേലൂയ ആമേൻ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കരുത്. വചനം പറയുന്നു, ദൈവ നിർമ്മാണത്തെ അഴിക്കരുത്. നമ്മുടെ ശരീരത്തിനെല്ലാം പാകത്തിന് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. ആമേൻ. അതിനെ ദോഷം വരുത്തത്തക്ക രീതിയിൽ വിഗ്രഹാർപ്പിതങ്ങൾ അരുത്. ആമേൻ. കഴിയുമെങ്കിൽ അതിൽ ഒഴിഞ്ഞു നിൽക്കുക. ആമേൻ. അടുത്ത കാര്യം, ആമേൻ, അമിത ഭക്ഷണമോ ആമേൻ പട്ടിണി കിടക്കുകയോ അരുത്. ഉപവാസം എടുക്കുന്നതിലില്ല, അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ദിവ്യ സിസ്റ്റർ പ്രസംഗിച്ചു ഭക്ഷണം കഴിക്കാതെ കിടക്കരുത്, അതുകൊണ്ട് ഞാൻ ഈ ഉപവാസം എടുക്കുന്നില്ല, ഉപവാസം ബഹിഷ്കരിക്കാമെന്ന് പറഞ്ഞേക്കരുത്. ആമേൻ ഹല്ലേലൂയ. ശരീരത്തിന് ആരോഗ്യകരമായ രീതിയിൽ ഭക്ഷണം കഴിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തെ നമ്മൾ നശിപ്പിക്കാതിരിക്കണം. ഈ മേഖലയ്ക്കകത്ത് നമ്മുടെ ജീവിതത്തിനകത്ത് കുറവ് വന്നെങ്കിൽ കഥാവിനോട് പറഞ്ഞു, കഥാവ് ഇനി എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ അതിൽ പാളിച്ച വരുത്തത്തില്ല. ആമേൻ. എൻ്റെ ശരീരത്തെ ഉപദ്രവിക്കത്തില്ല. ദൈവഹിതമല്ലാത്തത് എൻ്റെ ഞാൻ ആമേൻ ഉപയോഗിക്കത്തില്ല. മദ്യപാനം, പുകവലി തുടങ്ങി ആമേൻ ദൈവഹിതമല്ലാത്ത പാപ പ്രവർത്തികൾ എൻ്റെ ജീവിതത്തിനത് വരത്തില്ല. ആമേൻ. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. ഇനി 2ാമത് ആമേൻ, നമുക്ക് തന്നെ നശിപ്പിക്കാം, പിന്നെ പുറത്തുനിന്ന് അതങ്ങനെ വിരോധമായി വരുന്ന പൈശാചിക മണ്ഡലങ്ങൾ, ആമേൻ, രോഗശക്തികൾ, ആമേൻ, നമ്മളെ അറ്റാക്ക് ചെയ്യാം. ഹല്ലേലൂയ. അതിനെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട, അത് സ്വർഗം കൈകാര്യം ചെയ്തോളും. നമ്മൾ പ്രാർത്ഥനയിൽ നിന്ന് നമ്മളായി നമ്മുടെ ശരീരത്തെ നശിപ്പിക്കാതെ ജീവനുള്ള വിശുദ്ധിയുള്ള യാഗമായി നമ്മുടെ ശരീരങ്ങളെ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നുവെങ്കിൽ നമ്മുടെ ശരീരത്തിന് വിരോധമായി പുറത്തുനിന്ന് ഒരു ശത്രു നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ, ഹല്ലേലൂയ, പുറത്തുനിന്ന് ഒരു വെല്ലുവിളി, ആ വിചാര മണ്ഡലമോ വിരോധമായി വരുന്ന ശത്രുവിന്റെ മണ്ഡലമോ എന്തോ ആയിക്കൊള്ളട്ടെ,
അതിനകത്തുനിന്ന് നമ്മളെ പുറത്തെടുക്കുവാൻ നമ്മുടെ ദൈവത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയുന്നു, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഹല്ലേലൂയ. പുറത്തു നിന്നുള്ള എന്താ? ആരെങ്കിലും 5 രൂപ കാണിക്കിട്ടാൽ പ്രാർത്ഥന കുറവുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ചിലപ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്തെന്ന് വരാം. ഹല്ലേലൂയ. അത് നമ്മളെ തൊടാതെ വണ്ണം സ്വർഗം നമ്മളെ പുറത്തെടുക്കും. വിരോധമായി ഏതെങ്കിലും ആഭിചാരത്തിൻ്റെ മണ്ഡലങ്ങളോ നേർച്ച കാഴ്ചകളോ വിടക്ക് കണ്ണുകളോ വിളിശാപങ്ങളോ നമ്മുടെ ശരീരത്തിന് വിരോധമായി, നമ്മുടെ കുടുംബത്തിന് വിരോധമായി വരുന്നെങ്കിൽ അതിനോട് നമ്മൾ മല്ലിടേണ്ട ആവശ്യമില്ല. ആ വിഷയങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധം. കാരണം എന്താ? ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരത്തിനകത്ത് നമ്മൾ കയറി അടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം എന്ത് ചെയ്യണം? നമ്മൾ സൂക്ഷിക്കണം. ഹല്ലേലൂയ. പിശാചിനിരിക്കാൻ ഇടം കൊടുക്കരുത്. ആമേൻ. പിന്നൊന്ന്, പുറത്തു നിന്ന് വരുന്നത് നമ്മുടെ വീടിനകത്ത്, നമ്മുടെ പാർക്കുന്ന വീടിൽ, ഞാൻ നോർമലി പറയുന്ന ഒരു ഉദാഹരണമാണ്. ഞാൻ പാർക്കുന്ന വീട്ടിൻ്റെ ചില്ലിൽ, ഗ്ലാസ്സിൽ ഒരാളൊരു കല്ലെടുത്തെറിഞ്ഞാൽ, ആമേൻ, ഞാൻ എന്ത് ചെയ്യും? അടുത്തയാൾ വന്ന് ചോദിക്കട്ടെന്ന് പറയുമോ? ഞാൻ കണ്ടോണ്ട് നിൽക്കുവാണെങ്കിൽ എന്താ കാണിച്ചതെന്ന് ചോദിക്കും. ചോദിക്കത്തില്ലേ? ഉറങ്ങിയോ നിങ്ങൾ? കര ഉയർത്തി നിന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. നമ്മൾ പാർക്കുന്ന വീടിന് വിരോധമായി ഒരു വ്യക്തി വന്ന് എന്തേലും ഒരു ദോഷം ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വീടാകയാൽ നമ്മൾ എന്ത് ചെയ്യും? ചോദിക്കും. അങ്ങനാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പാർക്കുന്ന ശരീരമാണ് നമ്മുടെ മന്ദിരമാണ് നമ്മുടെ ശരീരം. ഹല്ലേലൂയ. അതിന് വിരോധമായി രോഗം വന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി, കർത്താവ് നമ്മളെ സൗഖ്യമാക്കും. ഞാൻ എൻ്റെ ലൈഫിനകത്ത് ഈ വചനം കൊണ്ട് പ്രാപിച്ച വിടുതലിന് കണക്കില്ലാത്തതുകൊണ്ട് പറയുക. ഹല്ലേലൂയ. ഈ വചനമായി എന്നെ നിങ്ങളുടെ മുമ്പിൽ ആരോഗ്യത്തോടെ, ഇത്രയെങ്കിലും ആരോഗ്യത്തോടെ നിർത്തിയിരിക്കുന്നത്. യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ബലഹീനമുണ്ടൊക്കെ ശരിയാണ്, പക്ഷേ എന്നിരുന്നാലും ഇത്രയും ആരോഗ്യത്തോടെ നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്ന ഈ വചനമാണ്. കാരണം പലപ്പോഴും എൻ്റെ കുഞ്ഞു പ്രായം, എൻ്റെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ ചോദിച്ചു നോക്കുക, കുഞ്ഞു പ്രായം മുതലേ ഇടയ്ക്കിടയ്ക്ക് BP ലോ ആകും. ഫുഡ് കഴിക്കാഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ ഫുഡ് കഴിക്കും, നല്ല കഴിക്കുന്ന കൂട്ടത്തില്ല. ഫുഡ് കഴിക്കും. ഹല്ലേലൂയ. BP ലോ ആകും. ഫുഡ് കഴിക്കുന്നെങ്കിലും ബ്ലഡ് കുറയും ഇടയ്ക്കിടയ്ക്ക്. ശരീരം പെട്ടെന്ന് വീക്കാകും. ഹല്ലേലൂയ. ആ സമയങ്ങളിൽ വലുതായി വന്നപ്പോൾ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മാസത്തിൽ ഒരു ദിവസം ഈ വചനത്തിൻ്റെ ഇത്രയും വെളിപ്പാടൊന്നും എനിക്ക് അറിയത്തില്ല. അന്ന് ഞാൻ നോർമലി വർക്ക് ചെയ്യുന്നതോടൊപ്പം പാസ്റ്ററുടെ ശുശ്രൂഷ നിൽക്കുന്നത്. ഈ വചനമൊക്കെ ഇത് ഞാൻ നിങ്ങൾക്ക് പ്രസംഗിക്കാനും ഇത് എൻ്റെ ലൈഫിനകത്തോട്ടിങ്ങ് പ്രാക്ടിക്കൽ ആക്കിയപ്പോഴാണ് എന്നിൽ വിടുതൽ ചലിക്കാൻ തുടങ്ങിയത്. സ്കൂളിൽ പോകുന്ന സമയത്ത് മന്ത്ലി ഒരു ദിവസം കറക്റ്റായിട്ട് ഞാൻ അനുപമ ഹോസ്പിറ്റലിൽ ചെന്ന് റിപ്പീറ്റിട്ടാണ് വീട്ടിൽ വരുന്നത്. 60 BP നോക്കുമ്പോൾ 60. 120 കാണത്തില്ല, 90, 60 ഇതൊക്കെ കാണത്തുള്ളൂ. ഡോക്ടർ ചോദിക്കും, ഇയാൾ എങ്ങനെ വീഴാതെ ഇതുവരെ എത്തിയെന്ന്. അല്ല, 1, 2 അല്ല, പലതവണ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സമയത്തുള്ള ഡോക്ടറിലെ ആ ഹോസ്പിറ്റലിലെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അറിയാം. പേഷ്യൻ്റ് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അറിയാം. എല്ലാ മാസത്തിലും ഒരു ദിവസം ദിവ്യയുടെ പേരവിടെ ഉണ്ടാവും. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉപവാസം എടുക്കാൻ തീരുമാനിച്ചേ. ഹല്ലേലൂയ. ഉപവാസത്തിൻ്റെ മധ്യത്തിലും പാസ്റ്റർക്ക് ചോദിച്ചു, എങ്ങനെ എടുക്കും? നിനക്ക് ഇങ്ങനെ വരുന്നതല്ലേ? ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവ് എന്നെ ബലപ്പെടുത്തും. ഞാൻ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി എനിക്ക് വേണ്ടി വെളിപ്പെടാൻ തുടങ്ങി. എൻ്റെ ശരീരത്തിന് വിരോധമായി വന്ന രോഗങ്ങളെ പരിശുദ്ധാത്മാവ് ഇടപെടാൻ തുടങ്ങി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വിഷയങ്ങൾക്കകത്ത് ഇടപെടാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം ഞാൻ പറയും, നിങ്ങളുടെ ശരീരങ്ങൾക്കകത്ത് രോഗങ്ങൾ കിടക്കുന്ന ഇന്ന് പകൽക്കാലം പറയണം, ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ ചുമക്കുന്നവളാ. എൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. എൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. അതുകൊണ്ട് ഈ രോഗത്തിന് എൻ്റെ മേൽ വസിക്കാൻ അനുവാദമില്ല. നിങ്ങളുടെ വിടുതൽ നിങ്ങൾ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. രോഗത്തോടെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ പറയണം, കാലുവേദന, കൈവേദന, നെഞ്ചുവേദന, ഹാർട്ടിന് പ്രശ്നം, എന്തോ ആയിക്കൊള്ളട്ടെ, എന്ത് രോഗമായിക്കൊള്ളട്ടെ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതലാണെങ്കിൽ, അഭിഷേകം പ്രാപിച്ച ഒരു ദൈവപൈതലാണെങ്കിൽ നിങ്ങൾ തൻ്റെ ഇടത്തോടെ പറയുക, എൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. എൻ്റെ ശരീരത്തെ നശിപ്പിക്കുവാൻ ഒരു രോഗത്തിനും അനുവാദമില്ല, ഒരു ബലഹീനതയ്ക്കും അധികാരമില്ല. കാരണം എൻ്റെ ശരീരത്തിനകത്ത് ദൈവാത്മാവ് വസിക്കുന്നതിനാൽ ആ രോഗത്തോട് ഞാൻ ശരീരത്തിൽ നിന്ന് പുറത്തു പോകാൻ കൽപ്പിക്കുന്നു. ധൈര്യത്തോടെ പറയുക. ഹല്ലേലൂയ. ഞാൻ ഈ സാക്ഷ്യം കാഞ്ഞിരപ്പള്ളി ചർച്ചിനകത്ത് പറയുമ്പോൾ അവിടെ മറ്റൊരു ബ്രദർ പറഞ്ഞു, സിസ്റ്ററെ, ഈ വചനം പറഞ്ഞ് ഞാനും സൗഖ്യമായിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം രോഗത്തോടെ ഇരിക്കുന്നവർ ഞാൻ പറയും, ഏത് രോഗം നിങ്ങളെ ബലഹീനപ്പെടുത്തിയാലും ധൈര്യത്തോടെ പറയാ, എൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. എൻ്റെ ശരീരത്തിന് വിരോധമായി ഒരു രോഗത്തിന് നിൽക്കാൻ അനുവാദമില്ല. സകല രോഗത്തിൻ്റെ കെട്ടുകളെയും ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന എൻ്റെ ശരീരത്തിനകത്തുനിന്ന് മാറിപ്പോകുവാൻ ഞാൻ കൽപ്പിക്കുന്നു.
ഹല്ലേലൂയ. നിങ്ങളിത് പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ കിടക്കുന്ന രോഗത്തിൻ്റെ കെട്ടുകൾ അഴിയും. കാരണം നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. അതിനകത്തൊരു ദോഷം വരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ സൗഖ്യത്തോടെ നിൽക്കണമെന്ന്, നിങ്ങൾ ആരോഗ്യത്തോടെ നിൽക്കണമെന്ന്, നിങ്ങളുടെ ആരോഗ്യം ദൈവത്തിന് പ്രയോജനപ്പെടണമെന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ വിരോധമായി കിടക്കുന്ന മണ്ഡലങ്ങളെ, വിരോധമായി ചലിക്കുന്ന മണ്ഡലങ്ങളെ പരിശുദ്ധാത്മാവ് കൈകാര്യം ചെയ്യും. ഇന്ന് പകൽക്കാലം പറയാൻ തുടങ്ങിയാട്ടെ. നമ്മളായി വരുത്തി വെച്ചതുണ്ടെങ്കിൽ കർത്താവിനോട് പറഞ്ഞ, കർത്താവേ ഇന്നലകൾ അറിവില്ലായ്മയിൽ വന്നുപോയി ക്ഷമിച്ചാട്ടെ. അവൻ ഇന്ന് പകൽക്കാലം പറഞ്ഞ, കർത്താവേ അറിയാതെ വന്നത് ക്ഷമിക്കണം. ഇന്ന് പകൽക്കാലം തിരിച്ചറിയുന്നവർ പറയുക, എൻ്റെ ശരീരത്തിൽ കിടക്കുന്ന എല്ലാ രോഗങ്ങളെയും ഞാൻ ശാസിക്കുന്നു. എൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ മന്ദിരത്തിൽ വിരോധമായി വന്നു കിടക്കുന്ന എല്ലാ രോഗശക്തികളെയും ഞാൻ ഹല്ലേലൂയ ശാസിക്കുന്നു. ഞാൻ ജീവനുള്ള ദേശത്ത് യഹോവയുടെ നന്മയെ കാണും ധൈര്യത്തോടെ പറയുക. രോഗം വരുമ്പോൾ രോഗത്തോട് പറയുക, നിനക്കെൻ്റെ മേൽ സ്ഥാനമില്ല. എൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. നിങ്ങൾക്ക് രോഗത്തെ റിജക്റ്റ് ചെയ്യാൻ പറ്റും. രോഗത്തെ താലോലിക്കരുത്. എന്ത് ചെയ്യരുത്? രോഗത്തെ താലോലിക്കരുത്. രോഗത്തിന് അവസരം കൊടുക്കരുത്. കർത്താവിനോട് പറയും, കർത്താവേ എൻ്റെ ശരീരം അങ്ങയുടെ മന്ദിരമാണ്. ഞാൻ രോഗിയായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ശരിക്കും ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും പിടിച്ച് തീയിലിടാനൊന്നും പോകുന്നില്ല, നരകത്തിലിടാനൊന്നും പോകുന്നില്ല. ആരോഗ്യകരമായ രീതിയിൽ ഭക്ഷണം കഴിച്ചു, കുഴപ്പമില്ല. ഹല്ലേലൂയ. പിന്നെ അതിനാവശ്യമായ ഒരു എക്സർസൈസ് കൂടെ കൊടുക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ എക്സർസൈസ് ഒന്നും അറിയത്തില്ലെങ്കിൽ നല്ല റൂമിനകത്ത് നന്നായിട്ട് കരവടിച്ച് പാടി തുള്ളി ചാടിയും കർത്താവിനെ ആരാധിച്ച് വെച്ചാൽ മതി. അതുകൊണ്ട് ആരാധന കൊളസ്ട്രോൾ ഫ്രീ എന്ന് പറയുന്നത്. ഇതിനകത്ത് വന്നങ്ങ് നൃത്തം ചെയ്ത് ആരാധിക്കണം. എല്ലാ കൊളസ്ട്രോൾ ഉരുകിപ്പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതും പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കരുത്. നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഭക്ഷണം കഴിക്കാണ്ടിരിക്കരുത്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾ തിരിച്ചറിയുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് നിങ്ങളുടെ ശരീരത്തിനകത്ത് രോഗം ഉണ്ടെങ്കിൽ പറയുക, ഞാൻ കർത്താവിനെ ആരാധിക്കുന്ന വ്യക്തിയാ, പരിശുദ്ധാത്മാവിനെ ചുമക്കുന്ന വ്യക്തിയാ. നിങ്ങൾ വിശുദ്ധിയോടെ ദൈവസന്നിധി നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവിരിക്കുന്ന ശരീരത്തിന് രോഗത്തിന് സ്ഥാനമില്ല. നിങ്ങൾക്കായി തന്നെ ആ രോഗത്തെ പുറത്താക്കുവാൻ ദൈവം നിങ്ങളെ ശക്തീകരിക്കാൻ പോകും. ഒരു നിമിഷം കണ്ണുകളെ മൂടാം, ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ സമയം നിങ്ങളുടെ ശരീരത്തിനകത്ത് എന്ത് രോഗമായി കൊള്ളട്ടെ, എന്ത് രോഗമായി കൊള്ളട്ടെ, നിങ്ങൾക്ക് അസ്ഥികൾ കിടക്കുന്ന വേദനയായിരിക്കാം, ഉദരത്തിനകത്തുള്ള അസ്വസ്ഥതയായിരിക്കാം. നിങ്ങൾ ധൈര്യമായി പറയുക, ധൈര്യമായി പറയുക. അത് കേൾക്കത്തക്കവണ്ണം പറയും. ഇവിടെ വെച്ച് മാത്രമല്ല, നിങ്ങളുടെ ഭവനത്തിൽ നിൽക്കുമ്പോൾ, നടക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ, എപ്പോൾ അസ്വസ്ഥത തോന്നുമോ അപ്പോഴൊക്കെ പറയുക, എൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഇത് ക്ലെയിം ചെയ്ത് പറയുക. കാരണം ഇത് നിങ്ങളുടെ അവകാശമാണ്. നിങ്ങളുടെ സൗഖ്യം നിങ്ങളുടെ അവകാശമാണ്. അഭിഷേകം പ്രാപിച്ച ദൈവസന്നിധി നിൽക്കുന്ന, ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ അവകാശമാണ് നിങ്ങളുടെ ആരോഗ്യം. ഒരു വ്യക്തിയുടെ അവകാശമാണ് നിങ്ങളുടെ രോഗസൗഖ്യം. ധൈര്യത്തോടെ പറഞ്ഞാട്ടെ, എൻ്റെ ശരീരത്തിനകത്ത് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നത് കൊണ്ട് എൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാകയാൽ വിരോധമായി ചലിക്കുന്ന സകല രോഗത്തെയും ഞാൻ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ റിജക്റ്റ് ചെയ്യുന്നു. റിജക്റ്റ് ചെയ്യുന്നു. വായികളെ തുറഞ്ഞ് കർത്താവിനോട് പറഞ്ഞേ, ഇന്നലകൾ നിങ്ങളുടെ ശരീരത്തിന് ദോഷം വരത്തക്ക രീതിയിൽ, ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരത്തിന് ദോഷം വരത്തക്ക രീതിയിൽ എന്തെങ്കിലും പ്രവർത്തികൾ നിങ്ങളിൽ നിന്നുളവായിട്ട് ശരീരത്തിന് ദോഷം വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പറഞ്ഞ കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് അടിയനെ ഏൽപ്പിച്ചു തരികയാണ്. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിലേക്ക് അടിയനെ ഏൽപ്പിച്ചു തരികയാണ്. അടിയനെ ഏൽപ്പിച്ചു തരികയാണ്. ഇന്നലകളിൽ അടിയന്റെ കുറവ് മൂലം അടിയന്റെ ശരീരത്തിന് അങ്ങയുടെ മന്ദിരമാകുന്ന അടിയന്റെ ശരീരത്തിനകത്ത് എന്തെങ്കിലും ദോഷം വന്നിട്ടുണ്ടെങ്കിൽ ആ ദോഷത്തെ അവിടെ എടുത്തു മാറ്റണമേ അപ്പാ. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം എൻ്റെ മേൽ സൗഖ്യത്തിനായി വെളിപ്പെടട്ടെ. അതല്ലാതെ എൻ്റെ മേൽ കിടക്കുന്ന ഏതെങ്കിലും രോഗത്തിന്റെ മണ്ഡലങ്ങളുണ്ടെങ്കിൽ, രോഗശക്തികളുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാനതിനെ ശാസിക്കുന്നു. പറഞ്ഞ് ഞാനതിനെ ശാസിക്കുന്നു. ഈ രോഗത്തിന് എൻ്റെ മേൽ സ്ഥാനമില്ല, ഷുഗറിന് എൻ്റെ മേൽ സ്ഥാനമില്ല, കൊളസ്ട്രോളിന് എൻ്റെ മേൽ സ്ഥാനമില്ല, അസ്ഥികൾക്കകത്തുള്ള തേയ്മാനത്തിന് എൻ്റെ മേൽ സ്ഥാനമില്ല. എന്ത് പ്രതികൂലം എൻ്റെ മേൽ കിടക്കുന്നു, ഏത് രോഗശക്തി എനിക്ക് വിരോധമായി നിൽക്കുന്നു, അധികാരത്തോടെ ഞാൻ രോഗത്തിന്റെ ശക്തിയെ ശാസിക്കുന്നു.
ഇന്ന് പകൽക്കാലം ചിലർ സൗഖ്യമാകും. എനിക്കത് ഉറപ്പാ. ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക. വിടുതലിനെ അവകാശപ്പെടുത്തി പ്രാർത്ഥിക്കുക. വിടുതലിന് വേണ്ടി അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ദൈവത്തിന്റെ മന്ദിരത്തിനകത്ത് രോഗത്തിന് സ്ഥാനമില്ല. ഉദരവേദനകൾ മാറട്ടെ, അനാവശ്യമായ വളർച്ചകൾ മാറട്ടെ, കട്ടികൾ കഴലുകൾ മാറട്ടെ, മാസങ്ങളായി മാറാതെ കിടക്കുന്ന രോഗത്തിന്റെ മണ്ഡലങ്ങൾ, ശരീരത്തെ ദണ്ഡിപ്പിക്കുന്ന രോഗത്തിന്റെ കെട്ടുകളെ അധികാരത്തോടെ ഇപ്പോൾ ഞാൻ ശാസിക്കുന്നു. കർത്താവിന്റെ സൗഖ്യം വെളിപ്പെടട്ടെ, ദൈവിക വിടുതൽ വെളിപ്പെടട്ടെ. അവൻ ദൈവത്തിന്റെ മന്ദിരമാകുന്ന ശരീരത്തിനകത്ത് ദൈവിക സൗഖ്യങ്ങൾ വെളിപ്പെടട്ടെ, ദൈവിക സ്വാതന്ത്ര്യം വെളിപ്പെടട്ടെ, ദൈവിക വിടുതലുകൾ വെളിപ്പെടട്ടെ. പറഞ്ഞേ കർത്താവേ, എന്നിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് വലുത്. ആമേൻ. രോഗമല്ല വലുത്. പലപ്പോഴും രോഗം നിങ്ങളെ ഭാരപ്പെടുത്തുന്നുവെങ്കിൽ പകൽക്കാലം പറഞ്ഞ് ഇന്ന് നിങ്ങൾ സൗഖ്യമാകും. ആമേൻ. ഉറപ്പായ കാര്യമാണ് ഇത്, വെറുതെ പറയുവല്ല. ഇന്ന് നിങ്ങൾ സൗഖ്യമാകും. ചില രോഗങ്ങൾ, ശ്വാസം മുട്ടലുകളോ, ആമേൻ, അസ്വസ്ഥതകളോ, ഉദര സംബന്ധമായ അസ്വസ്ഥതകളോ നിങ്ങളെ ബലഹീനപ്പെടുത്തുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം പറയാ, രോഗമല്ല വലുത്. ആമേൻ. എന്നിൽ വ്യാപരിക്കുന്ന, എന്നിൽ ആമേൻ നിൽക്കുന്ന, എന്നെ മേൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് വലുത്. യേശുവാ വലുത്, രോഗമല്ല വലുത്. നിങ്ങളത് ആയി തുറന്ന് പറയുമ്പോൾ ആ രോഗങ്ങൾ ദൈവത്തിന്റെ മന്ദിരമായി നമ്മുടെ ശരീരത്തെ വിട്ടുമാറും. വിടുതലാകാൻ പോവുക. ആമേൻ. നട്ടെല്ലു വേദനകൾ ദൈവം സൗഖ്യമാക്കാൻ പോകുന്നു. അല്പനേരം നിന്ന് കഴിയുമ്പോൾ കഴുത്തിന്റെ താഴെ മുതൽ ആമേൻ നടുവിന് മേലെ വരെ ആമേൻ നീറുന്നത് പോലെ വേദന അനുഭവിക്കുന്ന ചില വ്യക്തികളുടെ മേൽ ഇപ്പോൾ ദൈവിക സൗഖ്യം ഇറങ്ങുക. നിനക്ക് വല്ലാതെ നീറ്റൽ അല്പസമയം നിൽക്കുമ്പോൾ സ്വർഗം തൊടുക. നിനക്ക് വിരോധമായി കിടക്കുന്ന രോഗമണ്ഡലത്തെ സ്വർഗം അഴിക്കുന്നു. ആ നീറ്റല്, അതിന്റെ പുറകെ കിടക്കുന്ന രോഗത്തിന്റെ കെട്ട് അധികാരത്തോടെ അഴിക്കുന്നു. അഴിഞ്ഞു മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഹിപ്പിന് ആമേൻ ഇടുപ്പിന്റെ ഭാഗത്ത് വല്ലാതെ വേദന അനുഭവിക്കുന്ന, കഴപ്പനുഭവിക്കുന്ന വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ ഇറങ്ങുക. ദൈവ നിർമ്മാണത്തിന് വിരോധമായി എഴുന്നേൽക്കുന്ന സകല പൈശാചിക രോഗവന്ദനത്തെയും അധികാരത്തോടെ ഇപ്പോൾ ഞാൻ ശരീരങ്ങൾക്കകത്തുനിന്ന് ശാസിക്കുന്നു. അസ്ഥികൾക്കകത്ത് ഒളയുന്നത് പോലെ വേദന അനുഭവിക്കുന്ന ചിലരുടെ മേൽ ദൈവത്തിന്റെ തീ ഇറങ്ങുക. തീ ഇറങ്ങുക. സന്ധികളെയും അസ്ഥി മജ്ജകളെയും വിടുവിക്കുമാറ് ഈ വചനം നിങ്ങളുടെ മേൽ ചലിക്കുക. അസ്ഥി വേദനകൾ, ആമേൻ, ഉളയുന്നത് പോലുള്ള വേദനകൾ അധികാരത്തോടെ ഇപ്പോൾ ഞാൻ ശരീരങ്ങൾക്കകത്തുനിന്ന് ശാസിക്കുന്നു. വിടുമാറുക. സൗഖ്യമാകട്ടെ. റബല ധുരബ ലബശം ധരേ ധരേ ഗലധുരബലബ ഇടയ്ക്കിടയ്ക്ക് വീണു പോകുമോ എന്ന് ഭയപ്പെടുന്ന, ആമേൻ, ഹല്ലേലൂയ, നടക്കുമ്പോൾ തലക്കകത്ത് ചില അസ്വസ്ഥത വന്നിട്ട്, ശരീരത്തിന് ക്ഷീണം വന്നിട്ട് വീണു പോകുമോ എന്ന് ഭയപ്പെട്ട് ആമേൻ നിൽക്കുന്ന ചില വ്യക്തികൾ ഇതിനകത്തുണ്ട്. സ്വർഗം നിങ്ങളെ തൊടുക. സ്വർഗം നിങ്ങളെ തൊടുക. നാളുകളായി നിങ്ങളെ ദണ്ഡിപ്പിക്കുന്ന ആ രോഗമണ്ഡലങ്ങൾ ദൈവത്തിന്റെ മന്ദിരമായ നിങ്ങളുടെ ശരീരത്തെ വിട്ട് അഴിയുന്നു. അഴിഞ്ഞുമാറും. രോഗത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ, രോഗശക്തികൾ അഴിയട്ടെ, രോഗമണ്ഡലങ്ങൾ അഴിയട്ടെ.
ഭക്ഷണം കഴിക്കുമ്പോൾ അനാവശ്യമായി ഉദരത്തിനകത്ത് നീറ്റൽ അനുഭവിക്കുക. നീറ്റൽ വെപ്രാളം. അവൻ ഭക്ഷണം കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വെപ്രാളം അനുഭവിക്കുന്ന ചില വ്യക്തികൾ ഇതിനകത്തുണ്ട്. ഇന്ന് പകൽക്കാലം ഈ പറയുന്ന സമയം നിങ്ങളുടെ വിടുതൽ ഏറ്റെടുത്തോണം. വെറുതെ പറയുക, സ്വർഗം നിങ്ങളെ തൊടുക. ഇതൊരു മനുഷ്യന്റെ സമയമല്ല, കർത്താവ് നിങ്ങളെ തൊടുന്ന സമയമാണ്. ദൈവ കരങ്ങളിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, അങ്ങനെ ഉദര സംബന്ധമായി അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ ചലിക്കട്ടെ. കർത്താവിന്റെ സൗഖ്യം ഇറങ്ങട്ടെ. കർത്താവിന്റെ സ്വാതന്ത്ര്യം ഇറങ്ങട്ടെ. കർത്താവിന്റെ വിടുതൽ ശരീരങ്ങൾക്കകത്തേക്ക് ഇറങ്ങട്ടെ. ഉദരങ്ങൾക്കകത്തേക്ക് ഇറങ്ങട്ടെ. നീച്ചലുകൾ, വേദനകൾ, പ്രയാസങ്ങൾ, ഉദര സംബന്ധമായ സകല അസ്വസ്ഥതകളെയും അധികാരത്തോടെ ശാസിക്കുന്നു. സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. എല്ലാവരും വലത് കൈ തലമേൽ വെച്ചേ. എന്നിട്ട് പറഞ്ഞേ, എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഒരു രോഗത്തിനും ഒരു പ്രതികൂലത്തിനും എൻ്റെ ശരീരത്തിന്മേൽ അനുവാദമില്ല. ഞാൻ എൻ്റെ ശരീരത്തിന്മേൽ ദൈവിക സൗഖ്യത്തെ കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.